നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി പരുത്തിപ്രാവ് ഉന്നതിയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. 52 വയസ്സുള്ള മിനിക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്. അപകടത്തിൽ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര തകർന്നു. പരിക്കേറ്റ മിനിയെ ഉടൻ തന്നെ വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി. നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് നിവാസികൾ കാട്ടാനപ്പേടിയിൽ. പ്രദേശത്ത് പുലർച്ചെയോടെ കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിൽ ഭീതി പരത്തി. പ്രദേശവാസിയായ ശ്രീജിത്തിന്റെ വീട്ടുമുറ്റത്തെത്തിയ ആന പറമ്പിലെ കാർഷിക വിളകൾ വ്യാപകമായ രീതിയിൽ നശിപ്പിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിൽ ആശങ്ക പൂണ്ട് നാട്ടുകാർ. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. അമല ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഹോസ്റ്റലിൽ നിന്ന് ലാപ്ടോപ്പും പണവും രേഖകളും കവർന്ന കേസിൽ വനിതാ ഡോക്ടർ പിടിയിൽ. ലക്നൌ സ്വദേശിയായ ദീപ്തി സിംഗ് ആണ് പിടിയിലായത്. സ്വന്തമായി ഡോക്ടർ സർട്ടിഫിക്കറ്റുള്ള പ്രതി വിവിധ സംസ്ഥാനങ്ങളിലെ വൻകിട ആശുപത്രികളിൽ കയറിപ്പറ്റിയാണ് ആഡംബര ജീവിതത്തിനായി മോഷണങ്ങൾ നടത്തിയിരുന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള സാഗോക് ടീമും പേരാമംഗലം പോലീസും ചേർന്ന് തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. മുള്ളൂർക്കര വരവൂർ RS റോഡിൽ കാനയ്ക്ക് മുകളിലെ നടപ്പാത തകർന്നു വീഴുന്നത് കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും വലിയ അപകട ഭീഷണിയാകുന്നു. സ്ലാബുകൾ തകർന്നടിഞ്ഞ് ഇരുമ്പ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ പാതയിലൂടെയാണ് പഞ്ചായത്ത്, KSEB, ആശുപത്രി തുടങ്ങിയ പ്രധാന ഓഫീസുകളിലേക്ക് ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ പോകുന്നത്. 2 വർഷം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് സ്ഥലം ഏറ്റെടുത്തിട്ടും പുതിയ നടപ്പാത നിർമ്മിക്കാത്തതിനെതിരെ വ്യാപാരികളിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതികളിൽ നിന്നും വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്.